ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം ഇനി കാസർഗോഡ് തലയുയർത്തി നിൽക്കും. ആധുനിക എഞ്ചിനീയറിംഗ് വിസ്മയക്കാഴ്ചയായ ഈ പാലം അടുത്ത മാസം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ദേശീയപാത 66ന്റെ ഭാഗമായാണ് ഈ വൻ മേൽപ്പാലം ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 29 സ്പാനുകളുള്ള ഈ മേൽപ്പാലത്തിന് 1.12 കിലോമീറ്റർ നീളവും 27 മീറ്റർ വീതിയുമാണുള്ളത്. 3 കമ്പാർട്ട്മെന്റുകളുള്ള ബോക്സ് ഡിസൈനാണ് ഈ പാലത്തിന്റേത്. കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടിയാണ് ഈ മേൽപ്പാലം കടന്നുപോകുന്നത്. ദേശീയപാതയിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ റീച്ചിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഈ പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ ഇതിനോടകം പൂർത്തിയായി. തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കടന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തു നിന്ന് തുടങ്ങി നുള്ളിപ്പാട് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ പാലം അവസാനിക്കുന്നത്. പാലത്തിന് താഴെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളിലൂടെ ഇരുഭാഗത്തേക്കുമുള്ള യാത്ര സാധ്യമാകും. മേൽപ്പാലത്തിന് താഴെയുള്ള സ്ഥലം പാർക്കിങ്ങിനായും വിനിയോഗപ്പെടുത്താനാകും. ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകൾ ഉയർത്തിയാണ് സാധാരണഗതിയിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാറ്. എന്നാൽ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റ തൂണുകൾ കൊണ്ടാണ്. അതേസമയം സാധാരണ നിർമ്മിക്കുന്ന 2 തൂണുകളുടേതിനേക്കാൾ ചുറ്റളവിലാണ് ഒറ്റത്തൂൺ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ കോയമ്പത്തൂർ, അവിനാശിയിലും ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലും ഒറ്റത്തൂൺ മേൽപ്പാലങ്ങൾ ഉണ്ടെങ്കിലും അവ ഇത്രത്തോളം വലുതല്ല. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിൽ വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുണ്ട്. കുതിച്ചുയരാൻ വെമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് ഈ പാലത്തിന്റെ തൂണ് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ തോളിനും നട്ടെല്ലിനും സമാനമായ നിർമ്മാണ രീതിയാണ് ഈ മേൽപ്പാലത്തിന്റേത്. മേൽപ്പാലങ്ങൾ ഈ മാതൃകയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ പാലത്തിന്റെ അടിഭാഗത്ത് കൂടുതൽ സ്ഥലം കിട്ടുമെന്നതാണ് പ്രധാന നേട്ടം. ഈ വിധത്തിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ ചെലവാകുന്ന തുകയിൽ വലിയ വ്യത്യാസം വരില്ലെങ്കിലും അവ കടന്നുപോകുന്ന പ്രദേശം കൂടുതൽ ആകർഷകമാകും എന്നതിനൊപ്പം സ്ഥല സൗകര്യവും ലഭ്യമാകും. പുതിയ മേൽപ്പാലം കാസർഗോഡിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുക മാത്രമല്ല, ജില്ലയുടെ വികസനത്തിനും ഉത്തേജകമായി തീരും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡിന് സ്വന്തമായതോടെ ഉയരുന്നത് കേരളത്തിന്റെ അഭിമാനം കൂടിയാണ്. 2017 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സുപ്രധാന ഹൈവേ വികസന പദ്ധതിയായ ഭാരത് മാലയ്ക്ക് കീഴിലാണ് കാസർഗോട്ടെ ഒറ്റത്തൂൺ മേൽപ്പാലം സാധ്യമാക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി സാമ്പത്തിക ഇടനാഴികൾ, അതിർത്തി, തീരദേശ റോഡുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും യാത്രാ സമയം കുറയ്ക്കാനുമുള്ള പദ്ധതികളാണ് ഭാരത് മാലയിലൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. അതിലൂടെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, വ്യാപാരം, വാണിജ്യം എന്നീ രംഗങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമാണ് ഊന്നൽ നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.